ഇന്നീ ഒരുങ്ങി കെട്ടി പുറപ്പെട്ട് പോകുന്നതിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ എല്ലാവരും ഉണ്ട്, പിള്ളേരും കുട്ടികളും എടുത്തേമി ശ്രുതി എല്ലാവരും ഉണ്ട്, ഏട്ടനെ അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് അങ്ങോട്ട് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ ഞങ്ങൾ മൂന്നാളും വേഗം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വരുമ്പോഴേക്കും നമുക്ക് ഇതാ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. വേഗം ഡോറൊക്കെ പൂട്ടിയിട്ട് ഓടി ചാടി. അവരുടെ കയ്യിൽ ചേഞ്ച് ഇല്ല, 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇല്ല ചേഞ്ച് ഇല്ല എന്നുള്ളത്. പിന്നെ ഇനി അവിടെ പോകുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കടങ്ങാട് കടയിൽ കയറിയിട്ട് ഇതാ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ നിന്ന് വേഗം തന്നെ ചേഞ്ച് ഒക്കെ ആക്കി ഓടി കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും കുട്ടിപ്പടകളൊക്കെ കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ. എന്താ വെച്ചാൽ കളിക്കാൻ വേണ്ടിയിട്ട് ആളെ കിട്ടുമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ആയിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് അന്നം വെള്ളമൊന്നും വെച്ചിട്ടില്ല. അമ്മ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേഗം കുളിച്ച് ഒരുങ്ങി കെട്ടി പുറപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇഡ്ഡലിയും ചട്നി ഉണ്ടായിരുന്നു, 2 ഐറ്റം ചട്നി ഉണ്ടായിരുന്നു. അയ്യോ പൂ പോലത്തെ ഇഡ്ഡലിയും ചട്നി സൂപ്പറായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നാലാണ് എനിക്കിങ്ങനെ കയ്യും കെട്ടിയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാട്ടോ. ഒന്നും ചെയ്യേണ്ട, ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ സൂപ്പറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പോണവരെന്തെങ്കിലുമൊക്കെ ഞം അടിച്ചിട്ട് നാത്തുമാരായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഒരു പണി എടുപ്പിക്കില്ല, എല്ലാവരും തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ പഴുത്ത മാങ്ങി അമ്മ പെറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. ശ്രുതി ഇവിടെ തകൃതി കിച്ചൺ പണിയിലാണ്. എഴുത്തമ്മയും അമ്മയും കൂടെ 3 കൂടി കൂടിയിട്ടാണ് കേട്ടോ ചിക്കൻ കറി അമ്മേനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും സൂപ്പർ ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മുടെ പ്രത്യേക ഒരു വെപ്പാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓടി വരുന്നത് തന്നെ. ഞാൻ എന്നും ഇവിടെ പണിയെടുത്ത് മടുത്തിട്ട് ഒന്നൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഓടുന്നതാണ് കേട്ടോ. അന്നൊന്നും ചെയ്യേണ്ട, സുഖമാണ് കുറച്ച് നേരം വരെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയാൽ അയ്യോ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ പിന്നെ ചിക്കൻ കറിയൊക്കെ ആയി. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു വീഡിയോ പിടിച്ചു. എല്ലാവരും കൂട്ടത്തിൽ ഇരുന്നിട്ടാണ് ചെക്കന്മാർ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഏട്ടനും അനിയനും. അതുകൊണ്ടാണ് അവരൊന്നും കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് പോരേണ്ട സമയമായി. ഭയങ്കര സങ്കടം ഉണ്ട് പോരുന്ന സമയത്ത് എല്ലാവരും ഇട്ടിട്ട് പോരുന്നതും. പിന്നെ പറഞ്ഞ പോലെ ഒരു സുഖവാസം കഴിഞ്ഞ പോലെയാണ് കേട്ടോ. ഇനി വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ പട്ടിപ്പണിയായിരിക്കും. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.